5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ISROയുടെ മുൻ ചെയർമാൻ ഒരിക്കൽ പറയുകയുണ്ടായി, റോക്കറ്റ് വിക്ഷേപണമാവട്ടെ, സാറ്റലൈറ്റ് വിക്ഷേപണമാകട്ടെ, എന്ത് വിക്ഷേപിച്ചാലും അത് വിജയിച്ചാൽ എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ക്രെഡിറ്റ്. അത് പരാജയപ്പെട്ടാൽ അതിന്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. മറ്റാർക്കും അതിനകത്ത് പങ്കില്ല. ഞാനാണ് അത് ഏറ്റെടുക്കുന്നത്. ഞാനാണ് പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം. ഞാൻ കാരണമാണ്. ഇത് പറയുന്നത് ചെയർമാനാണ്. അവിടെ അത് പറഞ്ഞിട്ടുള്ള മണ്ണിലാണ്, കേരളത്തിലാണ്. മലപ്പുറത്തെ കൂരിയാടിൽ ഒരു റോഡ് താഴേക്ക് വന്നപ്പോൾ എല്ലാവരും കൈവിടുന്നു. ഇപ്പോ കേന്ദ്രം പറയുന്നു സംസ്ഥാനം നോക്കേണ്ടതാണ്, സംസ്ഥാനം പറയുന്നു കേന്ദ്രം നോക്കേണ്ടതാണ്. മരുമോൻ ഇന്നലെ വരെ ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞ മരുമോന്റെ ഒരു വീഡിയോ ഇപ്പൊ കറങ്ങുന്നുണ്ട് എല്ലാ ചാനലുകളിലും, സാറ്റലൈറ്റ് ചാനലുകളിലും, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ. മരുമോൻ പറഞ്ഞതാണ്, എല്ലാ ആഴ്ചയിലും ഞങ്ങൾ മീറ്റിംഗ് കൂടും, ഞങ്ങൾ ദേശീയപാതയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിരിക്കുന്നു, സ്ഥലം എടുത്ത് കൊടുത്തിരിക്കുന്നു, കോടിക്കണക്കിന് രൂപ ഞങ്ങൾ കൊടുത്തു, ഞങ്ങളുടെ ദേശീയപാത എന്ന് മുട്ടിന് പറയും. പിന്നെ കണ്ണിക്കണ്ട സ്ഥലത്തെല്ലാം റീൽസ് ഇടുക, ഫ്ലെക്സ് വയ്ക്കുക, വേണ്ട ബഹളമാണ്. 4ാം വാർഷികത്തിലെ രണ്ടാമത്തെ ഐറ്റമായി, വിഴിഞ്ഞം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഐറ്റമായി വെച്ചിരിക്കുന്നത് ദേശീയപാതയാണ്. പക്ഷെ ഒരു ചെറിയ റോഡ് പൊളിഞ്ഞപ്പോ, ഒരുപാട് ദൂരമൊന്നും പൊളിഞ്ഞില്ല കേട്ടോ, കുറച്ച് ദൂരം, ഒരു മഴ വിചാരിച്ചപ്പോ ടപോനെ കുറച്ച് സ്ഥലം ഇങ്ങോട്ട് താഴോട്ട് വന്നപ്പം മരുമോ ഇറങ്ങി ഓടി. അമ്മായിയപ്പം പറയുന്നു, നമ്മളെ പിണറായി ചേട്ടൻ പറയുന്നു, സഖാവ് പിണറായി പറയുന്നു, ആ മുതൽ ക്ഷ വരെയുള്ള എല്ലാ അക്ഷരവും കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നു ഈ പദ്ധതിയിൽ. അപ്പോ നിതിൻ ഗഡ്കരി ഉടനെ തന്നെ അവിടെ ഇരുന്നൊരു മെയിൽ അയച്ചു പിണറായിക്ക്. അതിൽ തായും ഇള്ളയും 2 അക്ഷരം ഞങ്ങൾ എടുത്തിട്ടില്ല. തള്ളെന്ന് പറയുന്ന 2 അക്ഷരം നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട്, സ്ഥിരമായി നിങ്ങൾ ഇങ്ങനെ തള്ളി മറിക്കുന്നത് കൊണ്ട് തള്ള് ഞങ്ങൾ എടുത്തിട്ടില്ല, ബാക്കി അക്ഷരങ്ങൾ ഞങ്ങൾ തന്നെ. എന്തൊരു വിരോധാഭാസം, എന്തൊരു കഷ്ടമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് എന്നോ സംസ്ഥാന ഗവൺമെന്റ് എന്നോ പഞ്ചായത്ത് ഗവൺമെന്റ് ഒന്നുമില്ല. ഇത് റോഡ് പൊളിഞ്ഞു അവിടെ. അപ്പോൾ അത് പരിശോധിക്കുമെന്നും ഇതൊരു സംയുക്ത പദ്ധതിയാണെന്നും അതിൻ്റെതായ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്നും പറയാനുള്ള സാമാന്യ ബോധം മരുമോനും അമ്മായിയപ്പനും നമുക്ക് എല്ലാവർക്കും വേണ്ടേ? ഇതൊരു സംയുക്ത പദ്ധതിയാണ്. സ്ഥലം എടുത്തു കൊടുക്കുന്നത് ഞങ്ങളാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതിനാവശ്യമായ കുറെ പണം ഞങ്ങൾ മുടക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് മറ്റ് സാങ്കേതിക സഹായം, മറ്റു കാര്യങ്ങൾ ചേരുന്നു. DPR തയ്യാറാക്കുന്ന ഇന്ന സംവിധാനത്തിലാണ് എന്ന് പറയാനുള്ളൊരു സാമാന്യ ബോധം വേണ്ടേ? ഒരു കൂട്ടുത്തരവാദിത്വം വേണ്ടേ? ആ മുതൽ ഇക്ഷ വരെ ഞങ്ങൾ എടുത്തിട്ടില്ല. അവിടെ ഇപ്പം മോളിൽ നിന്ന് ഉടൻ തന്നെ വന്നു പ്രതികരണം, തള്ളെന്ന് വാക്ക് നിങ്ങൾ എടുത്തല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തള്ളിക്കോളൂ. കഷ്ടമാണ്. അപ്പോൾ എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് റോഡ് പണിയുന്നത്. അതിന്റെ DPRലൊക്കെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം. അതിനെ സംബന്ധിച്ച് ഞാൻ തൊട്ടടുത്ത വീഡിയോ ചെയ്യാം. ഒരു റോഡ് പണിയിൽ എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും വളരെ മനോഹരമായ കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പൊ വേറൊരു പോസ്റ്റർ ഈ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. തള്ളി വിള്ളലുണ്ടായി, വിള്ളൽ വലുതായപ്പോൾ തള്ള് പിന്മാറി, തള്ളിയവർ വിള്ളലിൽ വീണു. എന്തൊരു തള്ളായിരുന്നു ഇവിടെ. വല്ല കാര്യമുണ്ടോ? വികസനം എന്ന് പറയുന്നത് സർക്കാരിന്റെ, ജനങ്ങളുടെ ടാക്സ് എടുത്ത് പൈസ പിരിച്ച് അത് നടപ്പിലാക്കാനുള്ള പോസ്റ്റ്മാന്റെ ജോലിയും കൂലിക്കാരെ ജോലി സേവകരുടെ ജോലി ചെയ്യുന്നവരാണ് ജനാധിപത്യത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടും. മന്ത്രിമാർക്ക് ഇപ്പൊ ശമ്പളമുണ്ട്. വേറെ ഒരു പണിയല്ല, വേറെ ഒന്നുമല്ല. പക്ഷെ അത് തള്ളി മറിച്ച്. പക്ഷെ മഴയ്ക്ക് ഇത് പിടിച്ചില്ല, മണ്ണിനും പിടിച്ചില്ല. മണ്ണും മഴയെല്ലാം കൂടി വരച്ച് അങ്ങനെ അങ്ങ് തള്ളി കയറി പോണ്ട, കുറച്ചൊന്ന് ലിമിറ്റ് പിടിച്ചു പോട്ടെ എന്ന് വരച്ച് വിട്ടു. കുറച്ച് സ്ഥലം ഇടിഞ്ഞു. അവിടെ ഇടിഞ്ഞു, ഒരിടമല്ലേ ഇടിഞ്ഞോളെന്നുള്ള പ്രസ്താവന വന്നപ്പോൾ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു 2-3 സ്ഥലം കൂടെ ഇടിച്ചിട്ടു. ഇപ്പൊ സൂക്ഷിച്ച് കളിക്കണം. അങ്ങനെ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോ മരുമകനും അമ്മായിയപ്പനും എല്ലാവരും പറയുന്നു ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല. അപ്പോൾ ഗഡ്കരിക്കുള്ളതാണ് റോഡ്, മോഡിക്കുള്ളതാണ്, അവരുടെ പണമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫ്ലെക്സിലെല്ലാം ഞങ്ങൾ മാറ്റാൻ പോവുകയാണ്. ഇനി ഫ്ലെക്സ് എല്ലാം ഞങ്ങൾ അഴിച്ച് പണിയാൻ പോവുകയാണ്. എല്ലാ ഫ്ലെക്സിലും ഞങ്ങൾ വൈറ്റ് വാഷ് ചെയ്യും. ആ കോളം ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങളുടേതേ അല്ല, കേന്ദ്രത്തിൻ്റെതാണ്. ഇനി കേന്ദ്രം പറയട്ടെ എന്താ ചെയ്യണമെന്ന്. കേന്ദ്രം ചില നടപടികൾ എടുത്തു. അതിന്റെ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ബോംബെ ആണ് മദ്രാസാണ്, IIT-യിലുള്ളവരെ കൊണ്ട് പഠിക്കാൻ പോകുന്നു. വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോപിയണ്ണൻ, സുരേഷ് ഗോപി ചേട്ടൻ ചാടി വീണു. അതിന്റെ DPR പരിശോധിക്കണം. 3ാമത്തെ DPR ആണത്. 2 DPRൽ കള്ളം കാണിച്ചിട്ടുണ്ട്. വയൽ കിളികളെ പറ്റിച്ചു, കിളികൾ പറന്നുപോയി. അപ്പൊ കിളികളെ തിരിച്ചു കൊണ്ടുവരണം.
അല്ല, രസകരമാണ്. കിളികളെ ഇനിയിപ്പോ വയൽ കിളികൾ എവിടെ? തീർച്ചയായിട്ടും നമ്മുടെ റോഡ്, നമ്മുടെ വയൽക്കിളി, നമ്മുടെ തള്ള് എല്ലാം കൂടി ജഗ പുക പറക്കും തളിക സിനിമ കണ്ടതുപോലെ ആയി. എന്തായാലും ആ തുടങ്ങിയിടത്ത് നിന്ന് ഞാൻ നിർത്തട്ടെ. ISROയുടെ ചെയർമാൻ പറഞ്ഞതുപോലെ എല്ലാ മേന്മകളും നമ്മൾ എടുക്കുന്ന പോലെ ഒരു പദ്ധതി വിജയിച്ചാൽ ഞാനും ഉണ്ടളിയ, ഞാൻ മച്ചമ്പി, ഞാനും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടോണ്ടിരുന്നു, ഞാൻ കേട്ടോണ്ടിരുന്നു, ഞാനാണ് പൈസ മുടക്കിയത്, ഞങ്ങളുടേതാണ് എട്ടുകാലിലെ മമ്മൂഞ്ഞിനെ പോലെ നമ്മൾക്കുള്ളതാണ് പാത്തുമ്മയുടെ പ്രസവം എന്നൊക്കെ പറയുന്ന ആടിന്റെ പ്രസവവും നമുക്കുള്ളതാണെന്ന് പറയുന്ന രീതിയുണ്ട്. പരാജയപ്പെട്ടു പോയാൽ എല്ലാവരും ശത്രുവിനെ തേടും, പരാജയപ്പെടുത്തിയവനും ശത്രുവിനെ തേടും. ആരടാ പിടിയടാ കള്ള എന്ന് പറയും. എന്തായാലും കൊള്ളാം. നമുക്ക് ഒരു ഭാഗ്യമുള്ളത് ആ മുതൽ ഇക്ഷ വരെ കേന്ദ്രം കൊണ്ടുപോയപ്പോൾ തായും ഇള്ളയും 2 വാക്ക് നമുക്ക് കിട്ടി. അത്രയും തള്ളെ നമുക്ക് ആസ്വദിക്കാം.